നമസ്കാരം. ജയിലിലുണ്ടായിരുന്ന കെജ്രിവാളോ ജയിലിന് പുറത്തു വന്ന കെജ്രിവാളോ കൂടുതൽ കരുത്തൻ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നു. മദ്യനയ അഴിമതിയുടെ കേസിൽ ഇഡിയുടെ അറസ്റ്റിലായ അദ്ദേഹത്തിന് പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണം മുൻനിർത്തി ജൂൺ 2 വീണ്ടും ജയിലിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശത്തോടെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. പക്ഷേ വലിയ ആഘോഷമായി ജയിലിന് പുറത്തിറങ്ങിയ കെജ്രിവാളിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. കെജ്രിവാൾ തരംഗം പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ മോദിയുടെ പ്രായവും റിട്ടയർമെന്റും അമിത്ഷായുടെ പ്രധാനമന്ത്രി പദവും യോഗി ആദിത്യനാഥിനെ പുറത്താക്കുന്നതും മറ്റും ചർച്ച ചെയ്ത ദില്ലി മുഖ്യമന്ത്രി പാർട്ടി ഉന്നയിക്കുമെന്ന് ഉദ്ദേശിച്ചിരുന്ന ആരോപണങ്ങൾ മറക്കുകയായിരുന്നു. മോദിക്കാ ഗ്യാരണ്ടി എന്നത് മാറ്റി കേജ്രിവാൾക്കാ ഗ്യാരണ്ടി എന്നാക്കി അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ മറ്റാരോടും ചർച്ച ചെയ്യാതെ നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള 10 പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. പുറത്ത് പറയാൻ കഴിയില്ലെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ നീക്കം ഇന്ത്യ മുന്നണിയിൽ അസ്വസ്ഥത തീർത്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്നെ ആപ്പ് നേതാവും രാജ്യസഭാ എംപിയുമായിരുന്ന സ്വാതി മാലിവാളിനെ കെജ്രിവാളിന്റെ സഹായിയായ വൈഭവ് കുമാർ മർദ്ദിച്ചവശയാക്കിയതോടെയാണ്. മുൻ ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായിരുന്ന സ്വാതിയെപ്പോലും വെറുതെ വിടാത്ത പാർട്ടിയാണ് ഇന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. സ്വാതി രേഖാമൂലം പരാതി നൽകിയാൽ മുഖ്യമന്ത്രി അടക്കം കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് അറിയാവുന്ന ആപ്പ് സ്വാതിയുടെ മേൽ കഴിയുന്നത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. ലക്ഷ്യമോ ലക്ഷ്യബോധമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കെജ്രിവാൾ മാറുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ദില്ലി സാധ്യതകൾക്കാണ് മങ്ങലേൽക്കുന്നത്. അകത്തായിരുന്ന കെജ്രിവാളിനല്ലേ ഇതിനേക്കാൾ ബ്രാൻഡ് ഇമേജ് എന്ന് ആപ്പുകാരും ഇപ്പോൾ പറയുന്നുണ്ടാകും.